നമസ്കാരം. ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈത്തിൽ കൊലക്കേസിൽ ഇന്ത്യക്കാരന് വധശിക്ഷ വിധിച്ച് ക്രിമിനൽ കോടതി. ഫർവാനിയ പ്രദേശത്താണ് കൊലപാതകം നടന്നത്. പ്രതി ഇരയെ താമസ സ്ഥലത്ത് ചെന്ന് പീഡിപ്പിച്ച ശേഷം കുത്തിക്കൊന്ന കേസിലാണ് സുപ്രധാന വിധി. ആസൂത്രിതമായ കൊലപാതകമാണെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് ഈ മാസം 17 നടക്കും. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് വൈകിട്ട് 4 മണി വരെ തുടരും. അംബാസഡർ അമിത് നാരംഗും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാം. മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 98 28 22 70 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഉൽപ്പന്നങ്ങൾക്ക് വൻ കിഴിവുകൾ പ്രഖ്യാപിച്ചു ഗ്ലോബൽ വില്ലേജ്. 90ലേറെ സംസ്കാരങ്ങൾ പ്രതിനിധീകരിക്കുന്ന 30 പവലിയനുകളാണ് ഇവിടെയുള്ളത്. വിവിധ രാജ്യങ്ങളുടെ സംസ്കാരത്തിലേക്കും പൈതൃകത്തിലേക്കുമുള്ള നേർക്കാഴ്ചകൾ സമ്മാനിക്കുന്ന വൈവിധ്യമർന്ന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത്. ഷോപ്പിംഗ് പ്രേമികൾക്കായി 3500ലേറെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളുണ്ട്. യുഎയിലെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപെക് മുഖേനയാണ് അഭിമുഖങ്ങൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം. സൈറ്റ് എഞ്ചിനീയർമാർ, ഇലക്ട്രിക്കൽ QC എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഫോർമാൻ എന്നീ തസ്തികകളിലേക്കായി ഈ മാസം 18 അഭിമുഖം നടക്കും. ബിടെക് അടിസ്ഥാന യോഗ്യതയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഒഡേപെക്കിന്റെ ഔദ്യോഗിക പേജിലെ വിജ്ഞാപനം ശ്രദ്ധിക്കും. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ 3ാം സ്ഥാനം സ്വന്തമാക്കി ഒമാനി റോയൽ. ഫോബ്സ്, ഇൻവെസ്റ്റോപീഡിയ തുടങ്ങിയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒരു റിയാലിന് $2.59 നിലവിലെ മൂല്യം. കഴിഞ്ഞ വർഷം 2.49നും 2.60നും ഇടയിലായിരുന്നു. കുവൈറ്റ് ദിനാറാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. പട്ടികയിൽ 2ാമത് ബഹ്റൈൻ ദിനാറാണ്. യുഎഇയുടെ ലെബനൻ സഹായ് ക്യാമ്പയിൻ അവസാനിച്ചു. ലോകത്ത് പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച ക്യാമ്പയിനിലൂടെ 20 കോടി ദിർഹവും 6000 ടൺ അവശ്യവസ്തുക്കളും ഇക്കാലയളവിൽ സമാഹരിച്ചു. ലെബനനൊപ്പം യുഎഇ ക്യാമ്പയിന് വലിയ പ്രതികരണമാണ് ലഭിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. പന്തളം സ്വദേശിനി ദമാമിൽ മരിച്ചു. പന്തളം മങ്ങാരം തൈക്കോട്ടത്തിൽ പരേതനായി സുലൈമാൻ റാവുത്തറുടെ ഭാര്യ 84-കാരിയായ സഫിയ ബീവിയാണ് മരിച്ചത്. 2 വർഷമായി ദമാമിൽ സ്വകാര്യ കമ്പനിയിൽ മാനേജറായ മകൻ ഷാനവാസിനൊപ്പം താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസമായി ന്യൂമോണിയ ബാധയെ തുടർന്ന് ദമാം അൽ ദോസരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഖബറടക്കം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അൽ ഖബാർ ഇസ്കാൻ പള്ളി മക്ബറയിൽ നടക്കുമെന്ന് ഷാനവാസ് പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തിയ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. റോയൽ വിമാനത്താവളത്തിൽ രാജാവിനെയും പ്രതിനിധി സംഘത്തെയും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നേരിട്ടെത്തി വരവേറ്റു. തുടർന്ന് അൽ ആലം കൊട്ടാരത്തിലും ഔദ്യോഗിക സ്വീകരണമൊരുക്കി. മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതതല പ്രതിനിധി സംഘവും രാജാവിനൊപ്പമുണ്ട്. ബഹ്റൈനിൽ നിന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ 2 ഇന്ത്യൻ യാത്രക്കാരിൽ നിന്ന് കസ്റ്റംസ് സ്വർണം പിടികൂടി. ട്രോളി ബാഗിന്റെ മെറ്റൽ ലൈനിങ്ങിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം കടത്താൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. ഏകദേശം 1.4 കോടി രൂപ വില മതിക്കുന്ന 1.9 കിലോഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത്. 38 വയസ്സുള്ള ഒരു പുരുഷനും 34 വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് അറസ്റ്റിലായത്. അറ്റകുറ്റപ്പണിക്കിടെ കെട്ടിടം തകർന്നു വീണ ഒരാൾക്ക് പരിക്ക്. ദാഹിറ ഗവൺമെന്റിലെ ഇബ്രി വിലായത്തിലാണ് സംഭവം. സിവിൽ ഡിഫൻസും ആംബുലൻസ് വിഭാഗവും സ്ഥലത്തെത്തിയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. കെട്ടിടത്തിന്റെ തകർന്ന ഭാഗം നീക്കം ചെയ്താണ് പുറത്തെടുത്തത്. പരിക്കേറ്റ ആളുടെ വിവരങ്ങൾ ലഭ്യമല്ല. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു.